രാഷ്ട്രീയ കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി.എസ്. അച്യുതാനന്ദൻ പാർട്ടി സഖാക്കൾക്ക് കണ്ണും കരളുമായ സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ മറുപേരാണ്. വി.എസ്. എന്ന രണ്ടക്ഷരം മതി സഖാക്കൾക്ക് ആവേശത്തിന്റെ അലകടലാവാൻ. ജീവിതം വിരിച്ചിട്ട ദുഃഖങ്ങളുടെ കനലിൽ ചവിട്ടി നടന്നാണ് വി.എസ്. അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായത്. ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയുമെല്ലാം കൂടെയുണ്ടായിരുന്നു. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ 12-ാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽ കടയിൽ സഹായിയായി. പിന്നീട് കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി വി.എസ്. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1940 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി 1946 ഒക്ടോബർ 28 പോലീസിന്റെ പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അനുഭവിച്ചത് കൊടിയ മർദ്ദനം. പോലീസുകാർ തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി. കാലുകൾ ജനലഴികൾക്കിടയിൽ കെട്ടിവെച്ച് കാൽപാദങ്ങൾ തല്ലിപ്പൊളിച്ചു. മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുക വരെ ചെയ്തു. പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ വി.എസ്. 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. രാഷ്ട്രീയ ജീവിതത്തിൽ വി.എസ്. 5 വർഷവും 8 മാസവും ജയിൽ ജീവിതവും 4.5 വർഷം ഒളിവ് ജീവിതവും നയിച്ചിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ 3 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം 1963 ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 വർഷം നീണ്ട ജയിൽവാസം. പിന്നീട് 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് 20 മാസം ജയിൽവാസം അനുഭവിച്ചു. അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി.എസിന് ജീവിക്കേണ്ടി വന്നു. എന്നാൽ അവയ്ക്കൊന്നും കെടുത്തിക്കളയാനാവാത്ത വിപ്ലവാഗ്നിയായി പടർന്ന വി.എസ്. ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തി. അപ്പോഴും ജനങ്ങളുടെ നേതാവ് എന്നതായിരുന്നു വി.എസിന് ഏറ്റവും ചേരുന്ന വിശേഷണം. പൊതുജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും വി.എസ്. അച്യുതാനന്ദൻ സാധാരണക്കാരുടെ സഖാവാണ്. പോരാട്ടത്തിന്റെ മറുപേര് എന്ന് തന്നെ വിളിക്കാവുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. നീട്ടിയും കുറുക്കിയും എതിരാളികളോട് പരിഹാസം വാരി വിതറിയും കത്തിക്കയറുന്ന വി.എസിന്റെ പ്രസംഗം കേൾക്കാൻ ഏതു മുക്കിലും മൂലയിലും രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. ആലപ്പുഴയിലെ കയർ കർഷക തൊഴിലാളികളെ പിടിച്ചിരുത്താൻ വി.എസ്. തുടങ്ങിവെച്ച ശൈലിക്ക് പിന്നെ കേരളമാകെ കൈയടിച്ചു. രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല വി.എസിന്റെ ശൈലി. കുട്ടനാട്ടിലെ കർഷകരെയും കഴത്തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ പാർട്ടി നിയോഗിച്ചപ്പോൾ വഴിമാറി കിട്ടിയതാണ് ഈ ശൈലി. തൊഴിലാളികളെ പിടിച്ചിരുത്താൻ തുടങ്ങിവെച്ചത് പിന്നെ ശീലമായി മാറി. എതിരാളികളെ പരിഹസിക്കലാണ് വി.എസിന്റെ മറ്റൊരു വിനോദം. ഇതിനായി പുരാണ കഥാപാത്രങ്ങളെ കൂട്ടുപിടിക്കും. ചിലപ്പോൾ വേദപുസ്തകങ്ങളാവും കൂട്ട്. ഇതെല്ലാം സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി കൂട്ടിയിണക്കുന്നതോടെ കേൾവിക്കാർക്ക് കിട്ടുന്നത് രാഷ്ട്രീയ ബോധ്യങ്ങളാണ്. കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ജനകീയനായ ഒരു നേതാവിലേക്കുള്ള വി.എസിന്റെ വളർച്ചയ്ക്കും ഈ ശൈലി ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. പ്രസംഗത്തിൽ എപ്പോഴും മുൻതൂക്കം ജനകീയ വിഷയങ്ങൾക്കാണ്. പാവപ്പെട്ടവരുടെ ജീവിത പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നർമ്മം കലർത്തി അവതരിപ്പിച്ച് അവരിലൊരാളായി മാറുകയായിരുന്നു വി.എസ്. പകരം വെക്കാനില്ലാത്ത സമരജീവിതത്തിന് വിട. ലാൽ സലാം.